ഇന്ന് നമുക്ക് അറബിക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ മന്തി കബ്സയെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടിയാണിത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു കുരുമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ജീരകമാണ്, ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഞാനിവിടെ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു പട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗ്രാമ്പുമാണ്. ഈ ഗ്രാമ്പു കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുക്കണം. ഒരു ഉണക്ക നാരങ്ങ നമ്മൾ നന്നായിട്ട് കുത്തി പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് ചൂടാക്കൊന്നും വേണ്ട. ഈ ഒരു സ്പൈസസിൻ്റെ മണമൊന്ന് പുറത്ത് വരുന്നത് വരെ ചൂടാക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കുരുമുളകിന് പകരം വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ സാധാരണ അറബിക് മസാല എന്ന് പറയുമ്പം അത്ര സ്പൈസി ആയിരിക്കില്ല. ഇപ്പോൾ നല്ലൊരു മണം പുറത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് പകരം മഞ്ഞൾ ചേർത്താൽ മതി. പക്ഷേ മഞ്ഞൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും, പെട്ടെന്ന് പൊടിഞ്ഞു വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ ചേർത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ചൂട് പോയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറിലാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു സ്പൈസസ് ചെറിയൊരു ചൂട് വേണം. കാരണം നമ്മൾ ചെറിയ ചൂടോടുകൂടി ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. നല്ല ചൂടല്ല, ചെറിയൊരു ചൂട്. ചെറിയ ചൂടോടുകൂടി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടിയൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ എന്തിൻ്റെങ്കിലും വലിയൊരു പീസ് ഇതിലുണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയൊരു ബോട്ടിലിട്ടിട്ട് നന്നായിട്ട് അടച്ച് വെക്കാം. മന്തിയും കബ്സയിലും തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ റൈസിലും ഈ ഒരു പൊടി ചേർക്കാറുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ചിക്കനോ മട്ടനോ എന്താണ് മാരിനേറ്റ് ചെയ്യുന്നത് അതിലേക്കും ഈ ഒരു പൊടി ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾ കബ്സയും മന്തിയെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടി തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.